കൈകൾ കുത്തി ശബരിമല കയറിയ കെ ബിജുവിന്റെ അനുഭവം ആൽബമാക്കി മാറ്റി KSRTC കണ്ടക്ടർ രതീഷ് ചന്ദ്രൻ. KSRTC മാള ഡിപ്പോയിലെ കണ്ടക്ടറായ രതീഷ് ചന്ദ്രനോടൊപ്പം 3 വർഷം ദിവസവേതനത്തിൽ ഓഫീസ് ജോലി ചെയ്ത ബിജു അരയ്ക്ക് താഴെ തളർന്നയാളാണ്. മലക്ക് പോക്കാണോ ചർച്ച? ഞാനും ഈ പ്രാവശ്യം നോമ്പെടുത്തിട്ടുണ്ട്. ഞാനും ഉണ്ടോ നിങ്ങളുടെ കൂടെ മലയ്ക്ക്? സ്വാമി ശരണം. നമുക്കൊരു ബിജുവാന്നേ. നമ്മളീ പിള്ളേരും കൊണ്ട് അമ്പലങ്ങൾ കയറി പോണല്ലേ, ഇനി പുള്ളിനെ കൊണ്ട് ഞാൻ പണി പാളൂട്ടാ. നീ എന്തിട്ട് വർത്താനൊക്കെ പറയണേ? പുള്ളിയുടെ എത്ര വർഷമായിട്ടുള്ള ആഗ്രഹം അതൊക്കെ. മലയ്ക്ക് നോമ്പെടുത്തിട്ട് ഇങ്ങനത്തെ വർത്താനങ്ങളൊന്നും പറയരുതോ. നമ്മളൊക്കെ അല്ലാണ്ട് വേറെ ആരുടെ അവനെ കൊണ്ടുപോകാനുള്ളത്? 43-കാരനായ ബിജുവിന് 1.5 വയസ്സുള്ളപ്പോഴാണ് പോളിയോ ബാധിച്ച വൈകല്യം സംഭവിച്ചത്. ഇടുക്കി രാജാക്കാട് സ്വദേശിയായ ബിജുവും കുടുംബവും വർഷങ്ങളായി വെണ്ണൂരിലാണ് താമസിക്കുന്നത്. KSRTC മാള ഡിപ്പോയിൽ ജോലി ചെയ്യുന്ന കാലം മുതലുള്ള സൗഹൃദത്തിലാണ് പാട്ടെഴുത്തുകാരനും ആൽബം സംവിധായകനുമായ രതീഷ് ചന്ദ്രൻ നിരാമയൻ എന്ന ആൽബത്തിലേക്ക് ബിജുവിനെ ക്ഷണിച്ചത്. ശബരിമലയ്ക്ക് പോകാൻ അതിയായ ആഗ്രഹവുമായി കഴിഞ്ഞിരുന്നയാളായിരുന്നു ബിജു. ആഗ്രഹം നിരവധി പേരോടായി പറഞ്ഞുവെങ്കിലും കൊണ്ടുപോകാൻ ആരും തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഒരു വ്യക്തി സമ്മതമറിയിച്ചത്. അങ്ങനെ ബിജുവിന്റെ മുച്ചക്രവാഹനത്തിൽ ഇരുവരും ശബരിമലയിലേക്ക് യാത്ര തിരിച്ചു. കനത്ത മഴയിൽ നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ചാണ് പമ്പയിലെത്തിയത്. പമ്പയിൽ വെച്ച് ഊന്നുവടി തെറ്റിവീണ് പരിക്കേറ്റു. പിന്നീട് ഊന്നുവടിയും ഇരുമുടിക്കെട്ടും സുഹൃത്തിനെ ഏൽപ്പിച്ച ശേഷം കീറിയ വസ്ത്രത്തോടെ മഴ നനഞ്ഞ് കൈകൾ കുത്തി നീങ്ങിയാണ് 18-ാം പടിയിലെത്തിയത്. അവിടെ നിന്ന് പോലീസുകാരാണ് ഉയർത്തി സന്നിധാനത്തെത്തിച്ചത്. ഈ വിവരം ഫേസ്ബുക്കിലൂടെ വിവരിച്ചത് കണ്ടാണ് ആ അനുഭവം വിഷയമാക്കി രതീഷ് ചന്ദ്രൻ ആൽബത്തിന് കഥയും വരിയും എഴുതി സംവിധാനം നിർവഹിച്ചത്. പന്തളനാടിനു പൊന്മകനായി വളർന്നൊരു പൊന്നുണ്ണി, പാരിനു രക്ഷകനെ നീ മാമലമേലെ വാണരുളി. അതൊരു വലിയൊരു അനുഭവവും ഒരു സങ്കടവും ഒക്കെ ഉണ്ടായിരുന്നു. അതിനെ കാണാനുള്ള ഒരു ആഗ്രഹവും സഫലീകരിച്ചു. അതോടൊപ്പം എൻ്റെ ഒരു ആഗ്രഹവും സാധിച്ചു. എൻ്റെ മനസ്സിന് ഭയങ്കര ഒരു കുളിർമയാണ്. ഈ വർഷം എത്തി നമ്മൾ അങ്ങനെ ഒരു സമീപനം നടത്തി, പക്ഷെ അത് ഉൾക്കൊണ്ടിട്ടില്ല ഇതുവരെ. സ്വന്തം കഥയിൽ കഥാപാത്രമായി മാറിയത് ബിജുവാണ്. ഗാനമാലപിച്ചത് ജ്യോതിഷ് ബാബു. രതീഷ് ചന്ദ്രൻ എഴുതിയ 60ഓളം പാട്ടുകൾക്ക് ഈണം നൽകിയിട്ടുള്ള സഹപാഠിയായ ബിജു K കരുണാകരനാണ് നിരാമയൻ എന്ന ആൽബത്തിനും സംഗീതം നിർവഹിച്ചത്. ഇവരുടെ കാവലാൾ എന്ന ആൽബത്തിലും ബിജു അഭിനയിച്ചിട്ടുണ്ട്. ജീവിതത്തിലെ വലിയ ആഗ്രഹങ്ങളിലൊന്നായ ശബരിമല സന്നിധാനത്ത് എത്തണം എന്നത് സാധിച്ചതിനൊപ്പം ആ സാഹസിക യാത്ര ദൃശ്യാവിഷ്കാരമായി മാറ്റിയതിന്റെ സന്തോഷത്തിലാണ് ബിജു. TC വിനോസ്, മാള.